എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് CPM-ലെ ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ച് ഈ CPM-ൻ്റെ ചിഹ്നമായ അരുവാഴ്ചിട്ട് നക്ഷത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മൾ വരച്ചത്. ഇത്തവണയും അതുപോലെ തന്നെ ഒരു കാർട്ടൂണാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം CPM-ൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ ലഹരി മരുന്ന് കച്ചവടം വരെ ഉണ്ടെന്നാണ്. ലഹരി മരുന്ന് കച്ചവടം വരെ ഉണ്ടായിരുന്നു. ഒടുക്കം പാർട്ടി മുൻകൈ എടുത്ത് അത് നിർത്തലാക്കിയെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലെ പത്രത്തിൽ അദ്ദേഹം പറയുന്നു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇവരുടെ സ്ഥിരം ഏർപ്പാടാണ്, രാഷ്ട്രീയക്കാരുടെ പൊതുവെയുള്ളൊരു ഏർപ്പാടാണിത്, ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് വിഴുങ്ങുക, അത് വളച്ചൊടിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം, ഈ സമകാലീന വാർത്തകളുമായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ലഹരി മരുന്ന് കേസുകളിലും മദ്യക്കടത്തിലും മറ്റ് പല ലഹരിയായിട്ട് ബന്ധപ്പെട്ട കേസിലൊക്കെ ഇവർ മുൻപന്തിയിലുണ്ട്. അത് നമുക്ക് ഓരോ ദിവസത്തെ വാർത്തകളിൽ അറിയാം. അപ്പം ഗോവിന്ദൻ പറയുന്നത് സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ മൂന്നാം വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് കുറച്ചെങ്ങും ഉളുപ്പ് പോരാ ആളുകൾക്ക്. എന്നുവെച്ചാൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ അറിഞ്ഞിട്ടുള്ളതിൽ എല്ലായിടത്തും പിണറായി വിജയൻ സർക്കാരിനെ നഖശിഖാന്തം വിമർശിക്കുന്ന ചർച്ചകളാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ തന്നെ റിയാസിനെ മന്ത്രിയാക്കിയതിൽ അവർക്ക് എതിർപ്പുണ്ട്, ആര്യ രാജേന്ദ്രനെ മേയറാക്കിയതിൽ എതിർപ്പുണ്ട്, മുകേഷിന് കൊല്ലത്ത് സീറ്റ് കൊടുത്തതിൽ എതിർപ്പുണ്ട്, റഹീമിനെ MP ആക്കിയത് കൊണ്ട് യാതൊരു ഗുണമില്ലെന്ന് പാർട്ടി മെമ്പർമാർ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അവിടെ ഉയർന്നു വന്ന ചർച്ചകളാവും, ഉൾപ്പാട്ട ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാവും. പക്ഷേ എന്നാലും അണികളുടെ ഉള്ളിലുള്ള വികാരം അതാണ്. എന്നിട്ടാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് പിണറായി സർക്കാരിൻ്റെ മൂന്നാം വരവിനെ കുറിച്ചിട്ടാണ് അങ്ങനെയുള്ളൊരു ചർച്ച നടന്നതായിട്ട് നമ്മളെവിടെയും കേട്ടിട്ടില്ല. ഇങ്ങേറ്റം ദേശാഭിമാനി പോലും അങ്ങനെ വാർത്ത വന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, CPM-ൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നമ്മുടെ ഒരു വനിതാ നേതാവ് ഈ നമ്മുടെ ചിന്താചറവും മദ്യക്കുപ്പിക്ക് സമാനമായ കുപ്പി മുന്നിലിരുന്നുകൊണ്ട് കുടിച്ചു തീർക്കുന്നതൊക്കെ. പക്ഷേ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഈ കുപ്പി അവർ ഈ മേശയുടെ ഇടയിലേക്ക് എടുത്ത് വെക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ല, അത് ശരിക്കും എന്നിട്ട് അത് കരിങ്ങാലി വെള്ളമായിരുന്നു, ചുവന്ന മദ്യക്കുപ്പിക്കകത്ത് ആക്കിയതേ ഉള്ളൂ എന്നാണ് അവരവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സത്യസന്ധമാണെങ്കിൽ അത് മറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ആഴയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് സത്യസന്ധമാണെങ്കിൽ അത് ഉടനെ എടുത്ത് മറച്ച് പാത്തു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്പഷ്ടമായിട്ട് അതിൻ്റെ തെളിവ് നവമാധ്യമങ്ങളിൽ കൂടി വെളിയിൽ വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഗോവിന്ദൻ പറഞ്ഞത് ഇതെല്ലാം ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ ലഹരി വിൽപ്പന വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഇപ്പോൾ പറയുന്നത് അതെല്ലാം പഴയ കഥകളാണ്, അതൊക്കെ ഞങ്ങൾ മാറ്റി, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതേ പറ്റിയിട്ടുള്ളൊരു കാർട്ടൂണാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ ഈ അധ്വാനിക്കുന്നതിൻ്റെയും ഭാരം ചുമക്കുന്നതിൻ്റെയും ഒക്കെ അത്താണിയായിട്ടുള്ള ഈ പാവപ്പെട്ടവരുടെ ഈ പാർട്ടി, ഭയങ്കര മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടി ഈ ഇന്നത്തെ ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവങ്ങളും ഞാനിപ്പോൾ ഈ വരയ്ക്കാൻ പോകുന്ന കാർട്ടൂൺ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ കാർട്ടൂണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല, ആർക്കും മനസ്സിലായി കാണുമല്ലോ. നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം.
കാരണം കഴിയുള്ളൂ. ജീവിതത്തിൻ്റെ ലഹരി കാരണമാണ്